അല്ല അഭിപ്രായം പറഞ്ഞല്ലോ, ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ എല്ലാ ദിവസവും എല്ലാ വിഷയത്തിലും പറയണം. ഇന്നലെ പറഞ്ഞു അതെന്നെ അഭിപ്രായം, ഇന്നലെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞല്ലോ, പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരേ ചോദ്യം ചോദിക്കണത്. ഇന്നലെ പറഞ്ഞ അതാണ് അഭിപ്രായം എന്ന് പത്രത്തിലും വന്നിട്ടുണ്ട്, ചാനലുകളിലും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇതുപോലത്തെ വിഷയങ്ങളിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ വിവാദമാക്കുന്നത്. ഈ വിഷയം നിൽക്കട്ടെ, ഈ വിഷയം അതൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ ഇന്നലെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒറ്റ പ്രാവശ്യം മറുപടി. ഞങ്ങൾ 24 മണിക്കൂറിനകം മാറ്റില്ല അഭിപ്രായം. ഇന്നലെ പറഞ്ഞ് ഇന്ന് മാറ്റി പറയില്ല. ഇന്നലെ പറഞ്ഞുവല്ലോ, ഇന്നലെ അഭിപ്രായം പറഞ്ഞല്ലോ. ഇന്ന് ഇത് നിൽക്കട്ടെ, ഇതിൽ നിന്ന് വിഷയം മാറ്റിക്കൊണ്ടുപോകണ്ട. ഇത് നിൽക്കട്ടെ. ഇത് ജനങ്ങളെ ബാധിക്കുന്ന, ഗൗരവതരമായി ബാധിക്കുന്ന, മറ്റത് വർഗീയതയാണ്. വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതിന് വളം വെച്ച് കൊടുക്കുകയാണ്. ഇതല്ലല്ലോ, ഇത് സാധാരണക്കാരെ ബാധിക്കുന്ന, നിവർത്തിയില്ലാത്തവനെ ബാധിക്കുന്ന. ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് സർക്കാർ ആശുപത്രിയിൽ പോകുന്നത്. അവരെ ബാധിക്കുകയാണ്. ഒരു നിവർത്തിയുള്ളവരൊക്കെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ അവിടെ ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി പോകുന്നുണ്ട്. ഒരു നിവർത്തിയില്ലാത്ത പാവങ്ങളാണ് 5-6 മാസമായിട്ട് സർജറി നടത്താൻ വേണ്ടി കാത്തിരിക്കുന്നത്, ഒരു സെറ്റപ്പും ഇല്ലാതെ. അവരുടെ കാര്യം ചർച്ച ചെയ്യട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ദിവസവും ചോദിക്കരുത് അഭിപ്രായം. ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു, നേരത്തെ പറഞ്ഞു. അതൊക്കെ ഹൈക്കമാൻഡാണ്. ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് ഞാൻ എൻ്റെ മറുപടി പറയുന്ന ആളല്ല. എൻ്റെ അഭിപ്രായം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ ദിവസവും വന്നിട്ട് ശശി തരൂർ എന്തായി, അൻവർ എന്തായി, മറ്റേ സൂംബ ഡാൻസ് ഉണ്ടായെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ചൊക്കെ എല്ലാ ദിവസവും അഭിപ്രായം പറഞ്ഞു. ഇന്ന് ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. അതാണ് പ്രതിപക്ഷത്തിൻ്റെ. അത് വന്നാൽ മതി. നിങ്ങൾ ചർച്ച ചെയ്തു, കിട്ടിയല്ലോ. എന്നിട്ട് ബേഷായിട്ട് കിട്ടിയല്ലോ ചർച്ച ചെയ്തിട്ട്. പ്രതിഷേധം ഉണ്ടാവും, അന്വേഷണം നടക്കും. ഞങ്ങൾ വേറെ കുറേ കൂടി വ്യത്യസ്തമായ രീതിയിലാണ്, കേരളത്തിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്ത രീതിയിലാണ് ഞങ്ങൾ ഹെൽത്ത് കമ്മീഷനെ പ്രഖ്യാപിച്ച് ഹെൽത്ത് കോൺക്ലേവ് കൂടി നടത്തി. സമാന്തരമായി സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടാവും.